എന്തൊക്കെയായിരുന്നു മൈലാപ്പൂർ കണ്ണാടി, മലപ്പുറം കത്തി. ഇവൻ ഏറ്റപ്പോഴേ എനിക്കറിയാം അത് പൊളിഞ്ഞടുങ്ങുമെന്നു. നിന്റെ സ്ഥാനത്ത് ഈ വസന്തി ആയിരുന്നെങ്കിലേ നീ അങ്ങോട്ട് മറിച്ചേനെ. ഒന്നടങ്ങടി. എല്ലാം കൊണ്ട് തൊലച്ചു കളഞ്ഞിട്ട് ന്യായം പറയുന്നവരുടെ മുകളിൽ കുതിര കയറിയിട്ട് ഒരു കാര്യവുമില്ല. വെറുതെ നിന്ന് തള്ളു പറയുന്ന പോലെ അല്ല കാര്യങ്ങള്. ഹരിതേ വേണ്ട. ഒന്നാമത് ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എത്ര നല്ല തിരക്കഥയാണെങ്കിലും നട നല്ലതല്ലെങ്കിലേ 8 നിലയിൽ പൊട്ടുക തന്നെ ചെയ്യും. നീ സൂക്ഷിച്ച് സംസാരിക്കണം. മനോജ്, ഇങ്ങനെ പറഞ്ഞു വിട്ടെ. നല്ലൊരു അവസരം കൊടുത്തിട്ട് കളഞ്ഞു കുളിച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നോ? ഹരിത, നീ ഒന്ന് അടങ്ങ്. നിന്റെ അച്ഛി പറയുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങള്. മീനാക്ഷിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഇവള് കെട്ടിയെഴുന്നള്ളിച്ച ഒരു വേട്ടാവളിയനുണ്ടല്ലോ, അവനെ 10 വയസ്സേക്ക് കൊള്ളില്ല. അപ്പൊ പിന്നെ പ്രകാശനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള തറ പരിപാടിക്ക് ഇറങ്ങുമ്പോ അതൊന്നാമതൊരു ഫ്രോഡ് തന്നെ ആയിരിക്കണം, അല്ലെങ്കിലേ സംഗതി കൈവിട്ടു പോവും. ഹരിത ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നാന്തരം ഫ്രോഡിനെ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കില് പുറത്തുനിന്ന് വന്ന ഫ്രോഡിനേക്കാൾ വലിയൊരു ഫ്രോഡ് വന്ന് സംഗതി പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. മനസ്സിലായില്ല. മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഫ്രോഡാണല്ലോ നിന്റെ അച്ഛൻ കരുണാകരക്കുറുപ്പ്. അയാളുടെ മോനാണ് ജഗൻ. ഇത് പൊളിച്ചടക്കിയതേ അവനാ. അത് ശരിയാ. ഒരു ഫ്രോഡിനെ കണ്ടാലേ മറ്റൊരു ഫ്രോഡിന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും.